ഓക്കെ ഗൈസ്, സോ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. ഞാൻ എൻ്റെ രാവിലെ ഒരു ആപ്പിൾ കഴിച്ചു പ്രീ വർക്കൗട്ടായിട്ട്. എൻ്റെ ഫുൾ സെഷൻ കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്ന് എന്നിട്ട് പോസ്റ്റ് വർക്കൗട്ട് മീൽ അല്ലെങ്കിൽ എൻ്റെ മീൽ നമ്പർ 1 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി. സോ ഒരു കപ്പ് പാല്, അതിൽ ചായ ഉണ്ടാക്കി, പിന്നെ 150 ഗ്രാം റൈസ്, 100 ഗ്രാം ബീഫ്, പിന്നെ 100 ഗ്രാം എഗ് വൈറ്റ്, 2 ഹോൾ എഗ്. ഇതിൽ ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു, ചായക്കകത്ത് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു, 6 grams ഓഫ് ഷുഗർ, 1 ടീസ്പൂൺ. അപ്പോൾ ഞാൻ മുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഓക്കെ എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളിരിപ്പുണ്ട്, പകുതി സവോള ഇരിപ്പുണ്ട്. ഞാനത് ചോപ്പ് ചെയ്തിട്ട് ചെയ്തു, ഏതാണ്ട് 55 ഗ്രാം ഉണ്ട്. അപ്പോഴാണ് ചിന്തിച്ചത്, ഓക്കെ ഇന്നൊരു ടോപ്പിക്കുണ്ട്. ഇത് എത്രത്തോളം ഞാൻ മുമ്പ് ഇഗ്നോർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വലിയ കാര്യമായിട്ട് ഇതിനകത്ത് കാലറീസ് നോക്കേണ്ട ആവശ്യമില്ല, അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന്. പിന്നെ ഞാൻ ചോദിച്ചു എന്നോട്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? ഞാൻ ചാറ്റ് GPT അടുത്ത് പോയിട്ട് ഇതിന് മുമ്പേ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചാറ്റ് GPT അടുത്ത് ചോദിച്ചു, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ട്രാക്കിംഗ് കാലറീസ് ഇൻ ഡെഫിസിറ്റ്, ഹൗ significant is tracking എത്രയാ 55 grams of raw diced onions. അപ്പോൾ വരുന്ന ഉത്തരം, that's a great question and it's one that shows you're thinking carefully about the level of precision that actually matters when tracking calories in a deficit. Okay, let's break it down. 100 ഗ്രാം റോ ഓനിയനിൽ ഏതാണ്ട് 40 ഗ്രാമാണ് പറയുന്നത്. ഞാൻ വേറെ USDA ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാ ആപ്പുകളും നമ്മൾ ഉപയോഗിക്കുന്ന ട്രാക്കിംഗ് ആപ്പുകളും എല്ലാം തന്നെ USDA ഡാറ്റാബേസ് ആണ് പൊതുവെ ഉപയോഗിക്കുന്നത്. പബ്ലിക് ഏജൻസിയാണ്, ലൈക്ക് പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് USDA ഡാറ്റാബേസ്. ഇതുപോലുള്ള ഡാറ്റാബേസ് എല്ലാം തന്നെ പബ്ലിക്ലി ഫണ്ടഡ് ആണ്. അപ്പോൾ അതിൽ നോക്കിയപ്പോഴും ഇത് തന്നെയാണ് കണ്ടത്. 100 ഗ്രാമിന് 44 കാലറീസ് കാണുന്നുണ്ട്, 100 ഗ്രാമിന് 40 കാലറീസ് കാണുന്നുണ്ട്. കൺസർവേറ്റീവായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു 40 കാലറീസ് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 22 കാലറിയാണ് എൻ്റെ ഇന്നത്തെ മീൽ നമ്പർ 1 ഞാൻ കഴിച്ചത്. ഇതിൽ പ്രാക്ടിക്കൽ ടേക്ക് അവേ ആയിട്ട് പറയുന്നത്, ഒരു ജനറൽ ഫാറ്റ് ലോസ് ട്രാക്കറിലാണ് എങ്കിൽ ഈ എമൗണ്ട്സ് സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ള കാര്യമാണ്. ഉദാഹരണം, അരോമാറ്റിക്സ് ആയിട്ടുള്ള ഗാർലിക്ക്, പിന്നെ പെപ്പർ, ഇപ്പോൾ ഓനിയൻസ്, സ്പിനച്ച് പോലെയുള്ള കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് മീനിങ് ഫുള്ളി നമ്മുടെ ഡെഫിസിറ്റിൽ പാർട്ടേക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രാക്ടിക്കലി സ്പീക്കിംഗ്. പക്ഷേ ഇത് ഞാൻ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ചാറ്റ് GPT ഇങ്ങനൊരു ഉത്തരം തന്നല്ലോ. ഇത് സാധാരണ രീതിയിൽ ഫസ്റ്റ് ആൻസറിൽ തന്നെ അവർ സൈറ്റേഷൻസ് തരാറില്ല. മേ ബി ഞാൻ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും സൈറ്റേഷൻസ് തരാത്തത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഡു യു ഹാവ് എനി റെഫറൻസസ് എന്ന് ചോദിക്കുമ്പോൾ അവർ നമുക്ക് റെഫറൻസസ് തരും. മോസ്റ്റ് പ്രോബബിളി USDA ആയിരിക്കും. ഓക്കെ, USDA തന്നെ ആണ് ആദ്യം വരുന്നത്. ഓക്കെ, ബ്ലാ ബ്ലാ ബ്ലാ, അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ നേരത്തെ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഓർത്തെടുത്ത് പറയാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പേപ്പറിൽ വർക്കൗട്ട് ചെയ്ത്, നമ്മൾ ഉദാഹരണം എൻ്റെ തന്നെ കാര്യം എടുക്കാം. 300 കാലറി ഡെഫിസിറ്റ് ആണെന്ന് വെച്ചോ. 300 കാലറി ഡെഫിസിറ്റില്ല പെർ ഡേ ആകുമ്പോൾ ഈ 3 നേരം ഞാനിത് കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കറികളിലൊക്കെ നമ്മൾ ഓർക്കണം കേട്ടോ, കറികളിലാണെങ്കിലും നമ്മൾ ഇതുപോലെ 1-2 സവോളയൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ആഡപ്പ് ചെയ്യും. നോട്ട് ജസ്റ്റ് സവോള എന്ന് പറയുന്നൊരു ഉദാഹരണം മാത്രമാണ്, ബാക്കി കാര്യങ്ങളുണ്ട്. ഇത് ഇഫ് യു ആർ സ്ട്രിക്ട്ലി ഒരു ഡെഫിസിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് നമുക്കറിയാം, ഈ കാലറി നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഒരു 20% ഗിവ് ഓർ ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഈവൻ ഈ പറയപ്പെടുന്ന ഡാറ്റ നോട്ട് നെസസറിലി ബി ട്രൂ ഡിപ്പെൻഡിങ് ഓൺ സ്ട്രെയിൻ ഓഫ് ദ വെജിറ്റബിൾ, അല്ലെങ്കിൽ ഏത് വെറൈറ്റി ഓഫ് മീറ്റ് ആണെന്നൊക്കെ ഉള്ളതിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ വി നോ ഈ സിസ്റ്റത്തിൽ ഇതൊരു പെർഫെക്റ്റ് സിസ്റ്റം അല്ല, ഇതിനകത്ത് ഫ്ലോസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ പ്രിമൈസായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന അപാകതകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അപ്പോൾ എൻ്റെ 300 കാലറി പെർ ഡേയിൽ ഈ 3 നേരം ഞാൻ ഇത് കഴിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു ഈസിലി ഒരു 100 കാലറീസ് അവിടെ മാറ്റം വരുന്നുണ്ടെന്ന് എനിക്ക്. ഇപ്പം ഞാൻ ട്രാക്ക് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ
ആഡ്സ് അപ്പ് ടു 100 calories എ ഡേ. അപ്പോൾ ഒരു ദിവസത്തിൽ 100 calories എ ഡേ ഞാൻ ട്രാക്ക് ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ കഴിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് കാണേണ്ടത്? അതിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്യണം. നമ്മൾ ഒരു ആഴ്ചത്തേക്ക് ഉള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള കാലറീസ് എത്രയും നോക്കണം. സോ 300 പെർ ഡേ എന്നുള്ളത് എൻ്റെ ഡെഫിസിറ്റ് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈഡ് ബൈ 7, 7, 14, 21. സോ 2100 കാലറീസ് പെർ വീക്കായി, റൈറ്റ്? ഇനി ചോദ്യം എന്നുള്ളത്, എൻ്റെ ഈ ട്രാക്ക് ചെയ്യപ്പെടാതെ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം എൻ്റെ ഡെഫിസിറ്റിനെ ബാധിക്കും? ഇപ്പോൾ 100 പെർ ഡേ ആണെങ്കിൽ 700 കാലറി പെർ വീക്ക്. തിങ്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? എൻ്റെ 1/3 ഇൻ എ വീക്ക് ഞാൻ പ്ലാൻ ചെയ്തു. ഒക്കെ 2100 കാലറീസ് എനിക്ക് ഒരാഴ്ച കൊണ്ട് ഡെഫിസിറ്റിൽ പോവാം. എൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഫിസിക്കിൻ്റെ അപ്പിയറൻസ് പുറമേ മാറുന്നുമില്ല എന്നൊരു തോട്ടും, അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗോളിൻ്റെ ആ ഒരു പേസിലേക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ എൻ്റെ ആക്ച്വൽ ഫിസിക്ക് അല്ലെങ്കിൽ എൻ്റെ ആക്ച്വൽ വാല്യൂ എത്തുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ദിസ് കുഡ് ബി എ പോസിബിൾ റീസൺ. ഇത് വളരെ റിയൽ ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. 3500 കാലറീസ് ഓൺ ആവറേജ് ഒരു പൗണ്ട് വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ 0.45 കിലോസ് അല്ലെങ്കിൽ 1 pound ഓഫ് ബോഡി ഫാറ്റ് എന്നുള്ളത് ഈസ് ഈക്വലൻ ടു 3500 കാലറീസ് ആണ്. എന്ന് വെച്ചാൽ 3500 കാലറീസ് 3500 കാലറീസ് ഈസ് ഈക്വൽ ടു 0.45 കിലോസ് ഓഫ് ഫാറ്റ്. ഏതാണ്ട് 1/2 കിലോ ഫാറ്റിന് 3500 കാലറീസ് ഡെഫിസിറ്റിൽ പോയാലേ 1/2 കിലോ ഫാറ്റ് ഉപയോഗിക്കപ്പെടത്തുള്ളൂ. പ്യുവർ മാത്തായി പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഞാൻ 2100 കാലറീസ് പെർ വീക്കാണ് എൻ്റെ പ്രൊജക്റ്റഡ് എങ്കിൽ 2 ആഴ്ച കൊണ്ട് ഏതാണ്ട് 4200 അബ്സല്യൂട്ട് മാത്ത് നോക്കുമ്പോൾ 4200 കുറയണം. അല്ലെങ്കിൽ 4200 ഡെഫിസിറ്റ് വേണം 2 ആഴ്ചയിൽ. സോ 2 ആഴ്ച കൊണ്ട് എൻ്റെ ഏതാണ്ട് 1 പൗണ്ട് കുറയണം, 1 പൗണ്ടിന് മുകളിൽ കുറയണം. പക്ഷേ 1 പൗണ്ടിന് മുകളിൽ കുറയുന്നില്ല എങ്കിൽ എന്തായിരിക്കണം റീസൺ? ഈ പറഞ്ഞ പോലെ 700 കാലറി ഡെഫിസിറ്റ് ഒരാഴ്ച ഡെഫിസിറ്റിൽ നിന്ന് 700 കാലറി എടുത്ത് മാറ്റപ്പെടുക. എൻ്റെ 1/3 എൻ്റെ എക്സ്പെക്റ്റഡ് ഗോളിൽ നിന്ന് ബാക്കിലോട്ടായി ഞാൻ. അപ്പോൾ 700 × 2 എന്ന് പറയുമ്പോൾ 1400, 4200 എക്സ്പെക്റ്റഡ്. അതിനകത്തുനിന്ന് പക്ഷേ ആക്ച്വൽ വാല്യൂ അപ്പോൾ എത്ര വരും? 4200 മൈനസ് 1400 പറയും 3800, 2800. എൻ്റെ 3500 മാർക്ക് പോലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓവർഷൂട്ട് 2 ആഴ്ച കൊണ്ട് ഞാൻ 300 കാലറി പെർ ഡേ ഡെഫിസിറ്റിൽ പോയി. 2 ആഴ്ച കൊണ്ട് ഞാൻ ഓവർഷൂട്ട് ചെയ്യും 3500 കാലറീസിന് മുകളിൽ എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തെങ്കിലും ഇൻ റിയാലിറ്റി ഞാൻ ട്രാക്ക് ചെയ്യപ്പെടാത്തതായിട്ടുള്ള സാധനങ്ങൾ എന്നെ പുൾ ഡൗൺ ചെയ്ത് എന്നെ വലിച്ച് താഴെയിട്ടുകൊണ്ടിരിക്കുക. ഇൻ എഫക്റ്റ് 3000 പോലും എത്തിയിട്ടില്ല. 2800 ആണ് ആക്ച്വലായിട്ട് നെറ്റ് ഡെഫിസിറ്റ് എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് പറയുന്നത്? ലൈക്ക് ഇഫ് യു ആർ എ ഗായ്, നിങ്ങൾക്ക് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇത്ര അക്യുറേറ്റ് ആയിട്ടോ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് യു ആർ ഒബീസ് ഓർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോവർ ഫാറ്റ് പെർസെൻറ്റേജ് ഗോൾ ഉണ്ട് എങ്കിൽ അൺലെസ് യു ട്രാക്ക് എവറി സിംഗിൾ തിങ് ദാറ്റ് യു ഈറ്റ്, എവറി സിംഗിൾ തിങ് ദാറ്റ് യു പുട്ട് ഇൻ യുവർ മൗത്ത്, അത് ട്രാക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചെറിയ ഒരു തുള്ളി അല്ല പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് കേൾക്കത്തില്ലേ, അതുപോലെ ചെറിയ സാധനങ്ങൾ ഇറ്റ് ആഡ്സ് അപ്പ് വിത്തിൻ വീക്സ്. അത് പറയുന്നത് വീക്സ്, ആഴ്ചകൾ കൊണ്ട് ഈ സാധനം ആഡപ്പ് ചെയ്യും. പക്ഷേ എന്താണ്, യു സ്റ്റിൽ ഗോയിങ് ടു ലൂസ് സം വെയ്റ്റ് അല്ലെങ്കിൽ ലൂസ് സം ഫാറ്റ് ആസ് ലോങ് ആസ് യു സ്റ്റേ ഇൻ ഡെഫിസിറ്റ്. പക്ഷേ ഓർക്കേണ്ട കാര്യം ഇറ്റ് വിൽ ബി സ്ലോ, റിയലി സ്ലോ. 300 കാലറി ഡെഫിസിറ്റ് എന്നുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്പറാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓർത്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഗൈസ്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ